A very good afternoon to all. So once again I welcome you all for another interesting live session. Live session of 7 English grammar rules you need to get a higher IELTS score, part 5. So this is me Devika from Tiju's Academy, Tiruvalla. So നമ്മളുടെ ലൈവ് സെഷൻസിൽ നമ്മളുടെ പാസ്റ്റ് ലൈവ് സെഷൻസിൽ ഒരു ഇംഗ്ലീഷ് 7 ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് അതിലെ പാർട്ട് 1, 2, 3, 4, 5 ഇന്ന് നമ്മൾ അങ്ങനെ ഒരു 7 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലെ പാർട്ട് 5 ആണ്. സോ പാസ്റ്റ് ലൈവ് സെഷൻസ് അറ്റംപ്റ്റ് ചെയ്യാത്തവർ, പാസ്റ്റ് ലൈവ് സെഷൻസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു ലൈവ് സെഷൻസ് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ബിക്കോസ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ടിന്യൂറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രീവിയസ് ലൈവ് സെഷൻസ് എല്ലാവരും തന്നെ കാണുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദിസ് ടോപ്പിക് ഇറ്റ് സെൽഫ്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. സോ വളരെ ഷോർട്ടായിട്ട് എന്നാൽ ഒരു ക്ലിയർ വേയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഐഡിയാസും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ വളരെ എല്ലാ ലൈവ് സെഷൻസ്, പാസ്റ്റ് ലൈവ് സെഷൻസ് ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും കാണുക. നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെയും ഈ ഒരു റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. സോ പ്ലീസ് എവ്രി വൺ അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓരോ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ പാർട്ട് 1, 2 അതേ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ മീൻ വൈൽ വി ക്യാൻ വെയിറ്റ് സം മോർ ടൈം ഫോർ അതേഴ്സ് ടു ജോയിൻ. സോ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും IELTS പ്രിപ്പറേഷൻസ്? എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടാനായിട്ട് എല്ലാ ഹാർഡ് വർക്കും എഫേർട്സും ഒക്കെ ഇട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? സോ ഇതേപോലെ ഒരുപാട് ബാരിയേഴ്സ് നിങ്ങൾക്കുണ്ടാവാം, നിങ്ങളുടെ ആ ഒരു പാത്തിൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാകും. ബട്ട് അതൊക്കെ നമ്മൾ മൂവ് ഓൺ ചെയ്യുക. ഈ എല്ലാ ബാരിയേഴ്സിനെയും നമ്മൾ, എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും നമ്മൾ ഓവർകം ചെയ്ത് വേണം നമ്മളുടെ ആ ഒരു നല്ലൊരു IELTS സ്കോർ, അല്ലെങ്കിൽ വെറുതെ ഒരു ക്രാക്ക് IELTS എക്സാം സാധാരണ ഒരു ബാൻഡോട് കൂടി അല്ല, നമുക്കൊരു 9 ബാൻഡ്, 8 അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ഒരു നല്ലൊരു ഹയർ ബാൻഡ് തന്നെ നമ്മൾ അച്ചീവ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് തന്നെ വേണം നമ്മൾ എല്ലാ എഫേർട്ടും നമ്മൾ ഇതിന് വേണ്ടി നമ്മളെല്ലാ എഫേർട്ടും നമ്മൾ ഇടുക, ഇൻവോൾവ് ചെയ്യാൻ. ഓക്കെ, സോ let's start today's live session. So once again welcome you all for today's live session. 7 English grammar rules you need to get a higher IELTS score, part 5. സോ ലാസ്റ്റ് ലൈവ് സെഷൻ കണ്ടവർക്ക് മനസ്സിലാകും എന്തായിരുന്നു ലാസ്റ്റ് ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഏതായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ലാസ്റ്റ് ലൈവ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്? ഗ്രാമറിൽ ഏത് സെക്ഷനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിഡ് യു റിമെമ്പർ എനിവൺ? ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ഒരു പ്രീവിയസ് ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോംസ് ഓഫ് വോയിസസ് ഓഫ് വെർബ് അല്ലേ? ആസ് ഐ ഓൾറെഡി മെൻഷൻ ഇൻ ദി പ്രീവിയസ് ലൈവ്, എന്താണ് 2 വോയിസസ് ഓഫ് വെർബ്? നമ്മുടെ വെർബ് എന്താണ്? ഒരു വൺ ഓഫ് ദി പാർട്സ് ഓഫ് സ്പീച്ചസ് അല്ലേ? സോ ഈ ഒരു വെർബിന് 2 ഫോംസ് ആയിരുന്നു മെയിൻലി നമ്മൾ പ്രീവിയസ് ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ 2 ഫോംസ് ആർ, അല്ലെങ്കിൽ 2 വോയിസസ് ഓഫ് വെർബ് ആർ ആക്റ്റീവ് വോയിസ് ആസ് വെൽ ആസ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അതേപോലെ ഈ ഒരു ഫോംസ് 2 വോയിസസ് അല്ലെങ്കിൽ 2 ഫോംസ് ആയിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആസ് ഐ ഹൈലൈറ്റഡ് ഇൻ ദി ഹെഡിങ് ഇറ്റ് സെൽഫ്, എന്താണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ? ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ ഹൈലൈറ്റ് ചെയ്ത നമ്മുടെ ഹെഡിങ് എന്താണ്? There are a few other points that you have to know so that you can use the 2 voices effectively. എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഈ 2 വോയിസസ് ഓഫ് വെർബ്, ഈ 2 വെർബിൻ്റെ 2 ഫോംസിൽ 2 വോയിസസ് ആയ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എങ്ങനെ നമ്മൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അതെങ്ങനെയാണ് ഓരോ ടെൻസിലും എങ്ങനെയാണ് ഈ ഒരു ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വരുമ്പോൾ അതിലുണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് when converting a sentence in the active voice to the passive voice. ആക്റ്റീവ് വോയിസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിലുള്ള ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓർ എൽസ് പാസീവ് വോയിസിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണ്? The first thing that you have to do is interchange the subject and the object അല്ലേ? നമ്മൾ എപ്പോഴും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ ആക്റ്റീവ് വോയിസിൽ എല്ലാത്തിലും ഒരു ബേസിക് ഫോം ഓഫ് എ സെൻറ്റൻസ് അല്ലേ, S + V + O
സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ്. ഇതിലെ ഈ ഒരു ആക്റ്റീവ് വോയിസിൻ്റെ ഒരു ഫോമാണ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തത്. ഈ ഒരു ആക്റ്റീവ് വോയിസിലുള്ള ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്തായിരിക്കും? ഇൻ്റർചേഞ്ച് ചെയ്യും അല്ലേ? ഇൻ്റർചേഞ്ച് ഇൻ ദ സെൻസ് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്ത ആ ഒരു നൗൺ ഒബ്ജക്റ്റായിട്ടായിരിക്കും എവിടെ ആക്ട് ചെയ്യുന്നത്? പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്നത്. വൈസ് വേഴ്സ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് വോയിസ് എന്ന സെൻറ്റൻസ്, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്തുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ അത് സബ്ജക്റ്റായിട്ടായിരിക്കും ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. സോ എപ്പോഴും ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റ് ആയിരിക്കും, ആൻഡ് ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ്. സോ വി ഹാവ് ടു ഇൻ്റർചേഞ്ച് സബ്ജക്റ്റ് ആസ് വെൽ ആസ് ദി ഒബ്ജക്റ്റ്. സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് while we convert a sentence in active voice to a sentence in passive voice. Okay, so that is the first point. And the second point is the next part of speech you have to focus on is the verb. So സബ്ജക്റ്റിനെ നമ്മൾ ഒബ്ജക്റ്റ് ആക്കി അല്ലെ, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി ചേഞ്ച് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി വെർബ്, ദി ആക്ഷൻ വേർഡ് ഓർ ദി ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ വേർഡിനെയാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ വെൻ കൺവേർട്ടിംഗ് ദി ആക്റ്റീവ് വോയിസ് ഇൻ ടു ദി പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് എന്നുള്ള ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ യു ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ദി മെയിൻ വേർബ്. നമ്മളുടെ മെയിൻ വേർബിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ദി മെയിൻ വേർബ് ഇൻ ടു ഇറ്റ്സ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ ഇറ്റ്സ് തേർഡ് ഫോം. നമ്മൾ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ തേർഡ് ഫോമിലേക്ക് V1 വേർബിന് V1 V2 V3 അല്ലെ, അതിൽ 3 ഫോംസ് ഉണ്ട്. അതിലെ ഈ ഒരു വേർബിൻ്റെ തേർഡ് ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കാണ് നമ്മൾ ഈ ഒരു മെയിൻ വേർബിനെ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് the third form of the main verb is the past participle form of the verb. Third form of the main verb എന്ന് പറയുന്നത് എന്താണ്? It is the past, it is none other than the past participle form of the verb. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ്, നമ്മളൊരു ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വി ഹാവ് ടു ഇൻ്റർചേഞ്ച് ദി സബ്ജക്റ്റ് ആസ് വെൽ ആസ് ദി ഒബ്ജക്റ്റ്. സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതേപോലെ ദ നെക്സ്റ്റ് തിങ് ഈസ് വി ഹാവ് ടു കൺവേർട്ട് ദ മെയിൻ വെർബ് ഇൻ ആക്റ്റീവ് വോയിസ് ടു ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ ദി തേർഡ് ഫോം ഓഫ് ദി വെർബ് while we use it in the passive voice. ഓക്കെ, അതാണ് മെയിൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആക്റ്റീവ് വോയിസിൽ നിന്നും ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ചേഞ്ചസ് ആണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ ഫോർ യു. ദ നെക്സ്റ്റ് ഇസ് okay, the next point is when you are changing the tense of the main verb. ഇനി നമ്മൾ മെയിൻ വെർബിൻ്റെ ടെൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ make sure you use an auxiliary verb which maintains the tense the sentence represents. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ തന്നിട്ടുള്ള വെർബിൻ്റെ ടെൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്താണ്? യു ഹാവ് ടു യൂസ് എൻ ഓക്സിലറി വെർബ് വിച്ച് മെയിൻറ്റെയിൻസ് ദ ടെൻസ് ദി സെൻറ്റൻസ് റെപ്രസെൻറ്റ്. നമ്മളൊരു ഓക്സിലറി വെർബ് കൂടി ബി, ഈസ്, വാസ്, ആർ, വേറെ പോലുള്ള ഓക്സിലറി വേർബ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഈ ഒരു ടെൻസ് ആണ് ചേഞ്ച് ചെയ്യും. മെയിൻ വെർബിൻ്റെ ടെൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൂടി ശ്രദ്ധിക്കുക? ഒരു ഓക്സിലറി വേർബ് കൂടി അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓൾവേസ് യൂസ് ദി പ്രിപ്പോസിഷൻ ബൈ ബിഫോർ ദി സബ്ജക്റ്റ് ഇൻ എ പാസീവ് സെൻറ്റൻസ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ആകുമ്പോൾ യു ഹാവ് ടു യൂസ് ദി പ്രിപ്പോസിഷൻ അല്ലെ, പ്രിപ്പോസിഷനായ ബൈ യൂസ് ചെയ്യണം. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബിഫോർ ദി സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്, ഈ ഒരു സബ്ജക്റ്റ് എന്തായിരിക്കും? ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുക അല്ലേ. സോ അതിന് തൊട്ട് ഫ്രണ്ടിൽ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക ഇൻ എ പാസീവ് സെൻറ്റൻസ്, ഒരു പാസീവ് സെൻറ്റൻസിൽ. And the next point is
If there are adverbs used in the sentence, okay, if there are any adverbs used in the sentence with the active voice, be sure to include it in the passive voice as well. So ഏതെങ്കിലും ഇനി adverbs ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ദി ആക്റ്റീവ് വോയിസോട് കൂടി ഏതെങ്കിലും ഒരു adverbs ആണ് സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ be sure to include it in the passive voice as well. Okay, so ഏതെങ്കിലും ആക്റ്റീവ് വോയിസിൽ ഏതെങ്കിലും ഒരു adverb യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ be sure to include it in the passive voice. നമ്മൾക്ക് ഒരിക്കലും ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെങ്കിലും നമുക്കത് എമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾക്കില്ല, അല്ലേ? നമുക്ക് റിമൂവ് ചെയ്യാൻ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫോം അല്ലെങ്കിൽ കറക്റ്റ് ടെൻസിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മൾക്കത് എമിറ്റ് കളയുക അല്ലെങ്കിൽ എടുത്ത് നമ്മൾ റിമൂവ് ചെയ്യാനുള്ള റീപ്ലേസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾക്കില്ല. സോ മേക്ക് ഷുവർ ഇഫ് ഏതെങ്കിലും ഒരു അഡ്വർബ് കൂടി ഈ ഒരു ആക്റ്റീവ് വോയിസിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് ആക്റ്റീവ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ആ അഡ്വർബ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, so do not just drop it. Okay, as I already mentioned, do not just drop it when you convert a sentence in the active voice to the passive voice or vice versa. So active voice നിന്ന് passive voice ലേക്ക് ചേഞ്ച് ചെയ്താലും passive voice നിന്ന് active voice ലേക്ക് ചേഞ്ച് ചെയ്താലും ഏതെങ്കിലും ഒരു അഡ്വർബ് ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്ത് മാത്രം ചെയ്യുക, അതിനെ നമ്മൾ എന്ത് മാത്രമേ ചെയ്യാവുള്ളൂ, ആഡ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഡു നോട്ട് ട്രൈ ടു ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ, സോ അതുകൂടി ജസ്റ്റ് നമ്മൾ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. സോ ഇതാണ് നമ്മളൊരു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മെയിൻ വരുന്ന ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഇതാണ് ദ ഫ്യൂ പോയിന്റ്സ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് while we have to use active or passive voice effectively. രണ്ട് വോയിസസ് ഓഫ് വെർബ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യേണ്ട കുറച്ച് 4 പോയിന്റ്സ് ആണ് ഓൾറെഡി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇഫ് anyone of you have any doubts, please do mention it in your comment section. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിഗാർഡിംഗ് ദിസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ മെൻഷൻ ചെയ്യുക. സോ ദറ്റ് ഐ വിൽ ഷുവർലി ക്ലിയർ ഇറ്റ് ഓഫ്. എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് മെയിൻ പോയിന്റ്സ്. ഇനി നമുക്ക് കുറച്ച് ഫോംസ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഫോർ ഓൾ ടെൻസസ്. ഇനി ഈ പാസീവ് വോയിസും അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ ഓരോ ടെൻസ് അനുസരിച്ച് ഇത് എന്താകും, ചേഞ്ച് ചെയ്യും. ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറിൽ ചേഞ്ച് വരും. സോ എന്തൊക്കെ ചേഞ്ച് ആണെന്നാണ് അടുത്ത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോംസ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഫോർ ഓൾ ടെൻസസ്. എല്ലാ ടെൻസസിലും വേണ്ട ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് വോയിസ് എങ്ങനെയാണ്? So the first tense is simple present tense. Okay, simple present ആണ് ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസ്. സോ ഇതൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ ആണ് അല്ലേ, ഒരു ടേബിൾ. ഇങ്ങനെ ഒരു ടേബിൾ ഐ തിങ്ക് നമുക്കൊരു എപ്പോഴും നമുക്കൊരു ഡീറ്റെയിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒരു സമ്മറൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഐ തിങ്ക് കുറച്ചുകൂടി നമ്മളുടെ ഓർമ്മയിലിരിക്കുന്നത് ഇതേപോലൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ രീതിയിലായിരിക്കും അല്ലേ. ഒരു ടേബിൾ ഇതാകുമ്പോൾ നമ്മുടെ ഒരു ഇമേജസ് നമുക്ക് ഉള്ളിലേക്ക് ഇൻഡെപ്തായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ടേബിൾ റെപ്രസെൻറ്റേഷൻ രീതിയിൽ തന്നെ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് അത് ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരും. ഓക്കെ, അതാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദി ഫസ്റ്റ് ആക്റ്റീവ് സെൻറ്റൻസസ്, ദി ഫസ്റ്റ് വൺ ഇസ് he writes an essay. അവൻ ഒരു എസ്സേ എഴുതി. he writes. he എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സിംഗുലർ വെർബായ റൈറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ he writes an essay. ഇത് പാസീവ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ ഹി എന്നുള്ളത് സബ്ജക്റ്റ്, റൈറ്റ് എന്നുള്ളത് മെയിൻ വെർബ്, അതേപോലെ എസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇത് പാസീവ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഹി എന്ന സബ്ജക്റ്റ് അവിടെ ഒബ്ജക്റ്റായി ഹിമ്മായിട്ട് ആക്ട് ചെയ്യും. റൈറ്റ്സ് എന്ന മെയിൻ വെർബ് അതിൻ്റെ തേർഡ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ റൈറ്റ്, റോട്ട്, റിട്ടേണിലേക്ക് ചേഞ്ച് ആവും. എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എസ് എന്ന സബ്ജക്റ്റ് ആയിട്ട് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യും. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ഹൗ ദിസ് സെൻറ്റൻസ് ചേഞ്ച് ഇൻ ടു പാസീവ് സെൻറ്റൻസ്. ഇനി നോക്കാം എങ്ങനെയാണ് ഈ ഒരു ആക്റ്റീവ് സെൻറ്റൻസിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് പാസീവിലേക്ക് വരുമ്പോൾ വന്ന ചേഞ്ചസ്. ഹി റൈറ്റ്സ് ആൻ എസ്സേ ആൻഡ് എസ്സേ ഈസ് റിട്ടൺ ബൈ ഹിം അല്ലേ. സോ ബൈ എന്ന പ്രിപ്പോസിഷനോട് വന്നിട്ടുണ്ട്, ഇൻ്റർചേഞ്ച് വന്നിട്ടുണ്ട്, സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ റൈറ്റ്സ് മെയിൻ വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ റിട്ടൺ, റൈറ്റ്, V1 V2 wrote,
V3 is written. So written, an essay is written by him. Okay, നമ്മൾ പറഞ്ഞ അതേ റൂൾസ് പ്രകാരം തന്നെ അല്ലേ നമ്മളൊരു ചേഞ്ച് ആണ് ഈ ഒരു സ്ലൈഡിൽ നമുക്കിപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. The second one is Sheena does the housework. Sheena does the housework. ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാസീവിലേക്ക് മാറിയിരിക്കുന്നത്? Sheena does the housework. The housework is done by Sheena. Okay, the housework is done by Sheena എന്നാണ് ചേഞ്ച് ആവുന്നത്. Sheena does the housework. The housework is done by Sheena. housework ഷീന ആണ് ചെയ്തത് അല്ല, ഡസ് ഡൺ. The housework is done by Sheena. By എന്ന preposition നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. The third one is she cares for the rabbit. ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്? The rabbit is being cared for by her. ഇവിടെ she cares rabbit എന്നല്ലേ, she cares for the rabbit എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ the rabbit അത് അതേപോലെ തന്നെ നമ്മൾ എടുത്തു. ഈ ഫോർ ദി റാബിറ്റ് എന്നുള്ളത് ഈസ് ബീയിങ്, ബിയുടെ ഫോമായ ഈസ് ബീയിങ് കെയർഡ്. സോ ദ റാബിറ്റ് ഈസ് ബീയിങ് കെയർഡ് ഫോർ നമ്മൾ ഒമിറ്റ് ചെയ്യാൻ പാടില്ല, അത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, അതും നമ്മൾ യൂസ് ചെയ്യണം. ഫോർ ബൈ ഹെർ, ഷീ എന്നുള്ളത് ഹെറായിട്ട് ചേഞ്ച് ചെയ്യും. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ജേക്കബ് ഓൾവേസ് പ്ലേസ് ദി ഗിറ്റാർ. ജേക്കബ് ഓൾവേസ് പ്ലേസ് ദി ഗിറ്റാർ. ഇതെങ്ങനെയാണ് പാസീവ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ കൺവേർട്ട് ആവുന്നത്? ദി ഗിറ്റാർ ഈസ് ഓൾവേസ് പ്ലേഡ് ബൈ ജേക്കബ്. ദി ഗിറ്റാർ ഈസ് ഓൾവേസ് പ്ലേഡ് അല്ല, V3 തന്നെയാണ്, പ്ലേഡ് ബൈ ജേക്കബ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ദ നെക്സ്റ്റ് ഈസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് ഫോം വന്നു? ING ഫോം വന്നു അല്ലേ. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്ട് ചെയ്യുന്നത് നോക്കാം. ആക്റ്റീവ് സെൻറ്റൻസ് ദേ ആർ ഈറ്റിംഗ് ബനാനാസ്. ദേ ആർ ഈറ്റിംഗ് ബനാനാസ്. ഇതെങ്ങനെയാണ് പാസീവ് സെൻറ്റൻസിൽ ചേഞ്ച് ചെയ്യുന്നത്? സോ ഈറ്റിംഗ് അല്ലെ, ING ഫോം ആണ്. The bananas are being eaten by them. Okay, the bananas are ഈ eating എന്നുള്ളത് eaten തേർഡ് ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈവൻ ദ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ING ഫോം ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ തേർഡ് ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദി ബനാനാസ് ആർ ബീയിങ് ഈറ്റൻ ബൈ ദം. ദ നെക്സ്റ്റ് ഈസ് Bob is drawing a diagram. A diagram is being drawn by drawn by Bob. And the third one is Samta is playing the piano. So ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? A piano is being played by Samta. And the last one is she is waiting for Reema. So Reema എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് അല്ലേ, അതിവിടെ ആക്ട് ചെയ്യുമ്പോൾ പാസീവ് വോയിസിലേക്ക് സബ്ജക്റ്റ് ആവും. സോ റീമ ഇസ് ബീയിങ് വെയിറ്റഡ് ഫോർ, അവിടെ 4 ഉണ്ടല്ലേ. സോ 4 ഉള്ളപ്പോൾ 4ഉം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ റീമ ഈസ് ബീയിങ് വെയിറ്റഡ് ഫോർ ബൈ ഹർ. ഷീ എന്നുള്ളത് ഹർ ആവും, ഹി എന്നുള്ളത് ഹിം ആവും. ലാസ്റ്റ് ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു ഐ എന്നുള്ളത് മീ ആവും, വി എന്നുള്ളത് അസ് ആവും, ഹി എന്നുള്ളത് ഹിം ആവും, വി എന്നുള്ളത് അസ്, ഷീ എന്നുള്ളത് ഹർ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു സെയിം ആയിട്ട് റിമെയിൻസ് സെയിം. ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ പാസീവ് വോയിസ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത 2 കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? യു എപ്പോഴും യു എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, അതേപോലെ മീ തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ING ഫോമിലായിരിക്കും. അതും നമ്മൾ സെയിം റൂൾ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് the next is present perfect tense. So present tense, simple present tense നോക്കി, present continuous നോക്കി. ഇനി നമ്മൾ present perfect tense ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 സെൻറ്റൻസസ് ആണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്റ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ ഹാസ് ഹി ഡൺ ദി വർക്ക്, ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഹാസ് ഹി ഡൺ ദ വർക്ക്, അവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഇതെങ്ങനെയായിരിക്കും പാസീവ് സെൻറ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? ഡൺ, ഇവിടെ ഡൺ എന്ന് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ തന്നെയാണ് ആക്റ്റീവ് വോയിസ് വന്നിരിക്കുന്നത് അല്ലേ. സോ അവിടെ നമുക്ക് ഈസി ആയിടണം അല്ലേ, അവിടെ നമുക്ക് പാസീവ് വോയിസിൽ വേറൊരു ചേഞ്ച് വേണ്ട. സെയിം ഇതേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ തേർഡ് ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ പാസീവ് വോയിസിൽ ഹാസ് ദി വർക്ക് ബീൻ ഡൺ ബൈ ഹിം, ഹാസ് ദി വർക്ക് ബീൻ ഡൺ ബൈ ഹിം, ഹി എന്നുള്ളത് ഹിം ആവും. And the next one is have they left the apartment? അവർ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയോ? Have they left the apartment? സോ ഇതെങ്ങനെ ചേഞ്ച് ആവും?
ഹാസ് ദി അപ്പാർട്ട്മെൻറ്റ് ബീൻ ലെഫ്റ്റ് ബൈ ദം. ഇങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാസ് എന്നാവും. ഹാസ് ദി, അവിടെ ഹാവ് ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറലാണ് അല്ലേ? ആ പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ്, അത് ശ്രദ്ധിക്കുക. ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് അവിടെ ഹാവ് എന്ന് പറഞ്ഞത് അല്ലേ? ബട്ട് ഇവിടെ ഇനി നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്ന അപ്പാർട്ട്മെൻ്റ് ആണ്. സോ അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അവിടെ ഇപ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് അല്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹാവ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് വന്നപ്പോൾ ഹാസ് ആയി മാറിയത്. സോ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. സോ ഹിയർ ഹാസ് ദി അപ്പാർട്ട്മെൻറ്റ് ബീൻ ലെഫ്റ്റ് ബൈ ദം. ദേ എന്നുള്ളത് ദമ്മായി ചേഞ്ച് ആവും. ഹാസ് ദി അപ്പാർട്ട്മെൻറ്റ് ബീൻ ലെഫ്റ്റ് ബൈ ദം. ഇതാണ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഫോംസ് അല്ലേ? ഒരു ഫ്യൂ പോയിന്റ്സ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ യൂസിങ് ദി ടു വോയിസസ് ഓഫ് ദി verb. പാസീവ് വോയിസും ആക്റ്റീവ് വോയിസായ രണ്ട് ഫോംസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിൻ പോയിന്റ്സ് ഓൾറെഡി പറഞ്ഞു. സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഒന്നുകൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് വരും. മെയിൻ വേർബിൻ്റെ കൂടെ എപ്പോഴും മെയിൻ വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് ദ വേർബായിട്ടായിരിക്കും പാസീവ് വോയിസിൽ ആക്ട് ചെയ്യുക. അതേപോലെ ഒരു മെയിൻ വെർബ് കൺവേർട്ട് ചെയ്യുമ്പോൾ സമയത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതേപോലെ സബ്ജക്റ്റിന് തൊട്ട് മുന്നേ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഓൾവേസ് യൂസ് ദി പ്രിപ്പോസിഷൻ. ആ ഒരു സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. സോ എപ്പോഴും നമ്മൾ മെയിൻ വെർബ് യൂസ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ യു യൂസ് ആൻ ഓക്സിലറി വെർബ്. ഒരു ഓക്സിലറി വെർബ് കൂടി യൂസ് ചെയ്യണമെന്ന് ഷുവർ ആക്കുക. ഇനി ആഡ്വർബ്സോ എനി അതർ കൈൻഡ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നമ്മൾ അതുകൂടി ഇൻവോൾവ് ചെയ്ത് വേണം പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ദെൻ നമ്മൾ ഓരോ ടെൻസിലും സിമ്പിൾ പ്രസൻറ്റിലും ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല ടെൻസ്, ഈ 3 ടെൻസാണ്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ടെൻസ് മാത്രമാണ് നോക്കിയത്. സോ മീൻവൈൽ അടുത്ത ഇനി ഒരു വല്ല അപ്കമിങ് ലൈവ് സെഷൻസിൽ നമ്മൾ ഇതേപോലെ ഓരോ ടെൻസിലും, ഇന്ന് പ്രസൻറ്റ് ടെൻസിലാണ് നോക്കിയത്, ഇനി അടുത്തൊരു പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഈ ഒരു ഫോംസ് ടു വോയിസസ് ഓഫ് വെർബ് ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ ചേഞ്ചസ് വരും എന്നായിരിക്കും അടുത്ത ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് പാർട്ട് 7 വരെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ഈ ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ അതേ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ലൈവ് സെഷൻസ് കാണുക. പ്രീവിയസ് ലൈവ് സെഷൻസ് കാണാൻ പറ്റാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട. ഈ ഒരു റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെയും അവൈലബിൾ ആണ്. സോ എല്ലാവരും തന്നെ റെക്കോർഡഡ് വീഡിയോസ് കാണുക. ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ടീച്ചറിൻ്റെ ഗ്രാമർ ക്ലാസ്സും എല്ലാ ക്ലാസ്സും OET സ്റ്റുഡൻസിനും IELTS സ്റ്റുഡൻസിനും എല്ലാവരും അതുകൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം ഈ ലൈവ് സെഷൻസ് കൂടി കാണുക. ഇതോടൊപ്പം തന്നെ ഇതേപോലെ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവരെയും നല്ലൊരു ഹയർ ഒരു ബാൻഡ് കിട്ടി തന്നെ IELTS ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യണം എന്നുകൂടി എല്ലാവരെയും വിഷ് ചെയ്യുകയാണ്. സോ എല്ലാവരുടെയും ഹാർഡ് വർക്കും കാര്യങ്ങളും നമുക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ടിലേക്ക് തന്നെ എത്തിക്കും. സോ ഹാവ് എ നൈസ് ഡേ all of you. So thank you once again. This is me Devika from Tiju's Academy Tiruvalla. So stay tuned for another live session. Thank you.